വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ധനവില നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ നിർണായക ഇടപെടൽ. പെട്രോൾ ഡീസൽ എക്സൈസ് നികുതി വെട്ടിക്കുറച്ചു. 10 രൂപ എക്സൈസ് ഡ്യൂട്ടിയാണ് കുറച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേർന്നു. ഐസൺ, ഈ പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടായ സമയത്ത് തന്നെ ഏറെ ആശങ്കപ്പെടുത്തിയിരുന്ന അല്ലെങ്കിൽ ഉയർന്നൊരു ആശങ്കയായിരുന്നു ഇന്ധനവില വർദ്ധിക്കുമോ എന്നത്. ഈ ഒരു ഇന്ധനവില നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ നിർണായക ഇടപെടൽ ഇപ്പോൾ ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് സാധാരണക്കാരനെ എത്രത്തോളം ആശ്വാസകരമാണ്? പെട്രോളിന് 13 രൂപയും എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ തന്നെ ഡീസലിന് 10 രൂപയുമാണ് എക്സൈസ് ഡ്യൂട്ടി. ഈ 10 രൂപയാണ് രണ്ട് എക്സൈസ് ഡ്യൂട്ടിയിലും കുറവ് വരുത്തിയിരിക്കുന്നത്. അതായത് പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 3 രൂപയാക്കുകയും 3 രൂപയും അതുപോലെ തന്നെ ഡീസലിൻ്റെ എക്സൈസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, വലിയ ട്രാൻസ്പോർട്ട് വാഹനങ്ങളിലും ബസ്സിലും അതുപോലെ തന്നെ ലോറികളിലെല്ലാം ഉപയോഗിക്കുന്നത് ഡീസൽ, വലിയ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് ഡീസലാണ്. അതുകൊണ്ട് തന്നെ ഈ ചരക്ക് നീക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനെ ചരക്ക് നീക്കത്തിൽ വില വർധനവ് ഉണ്ടാകുന്നത് പൂർണ്ണമായി ഒഴിവാക്കുക എന്ന കൃത്യമായ നീക്കമാണ് ഡീസലിൻ്റെ വില പൂർണ്ണമായും ഈ 10 രൂപ ഡീസലിൻ്റെ ഡ്യൂട്ടി കുറച്ചതിലൂടെ കൃത്യമായൊരു നടപടിയായി മാറിയിരിക്കുന്നത്. അതുപോലെ പെട്രോൾ സ്വാഭാവികമായും സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ഇന്ധനം കൂടിയാണ്. ഈ രണ്ടിൻ്റെയും വില കൃത്യമായി 10 രൂപയോളം എക്സൈസ് ഡ്യൂട്ടി കുറവ് വരുത്തുമ്പോൾ നിലവിലെ വിലയിൽ നിന്നും വലിയ വർധനവിലേക്ക് ഒട്ടും പോകാതെ എണ്ണ കമ്പനികൾക്ക്, ഭാരതീയമായി നിർമ്മിക്കുന്ന എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടമില്ലാതെ അത് കൊണ്ടു നടക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, $100 ഒരു ബാരലിന്, അതായത് ക്രൂഡ് ഓയിൽ ഒരു ബാരലിന് $100 ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ വില വർധനവിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ലോകത്തിലെ എണ്ണ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ എണ്ണക്കടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ഹോർമൂസിലെ പ്രതിസന്ധി 20%, ഏതാണ്ട് 18-17% എണ്ണക്കടത്തിനെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു ലോക നിലവാരത്തിൽ പരിശോധിക്കുമ്പോൾ എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ അടിയന്തരമായ വില വർധനവ് നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തീർച്ചയായും എണ്ണ കമ്പനികൾക്കും അതുപോലെ തന്നെ അനുബന്ധ സ്ഥാപനങ്ങൾക്കുമെല്ലാം തന്നെ ഏറെ പ്രയോജനം ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഉണ്ടാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസം റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്ത് ഇവിടെ റിഫൈൻ ചെയ്യുന്ന പ്രൈവറ്റ് ഓയിൽ റിഫൈനറിയായ നയാറയുടെ വിലയിൽ 5 രൂപയിലേറെ വർധനവ് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജനങ്ങളിലുണ്ടായ ആശങ്ക അടിയന്തരമായി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിയന്തരമായി എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. പെട്രോളിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 13 നിന്ന് 3 ചുരുക്കുകയും ഡീസലിൻ്റെ എക്സൈസ് ഡ്യൂട്ടി 10 രൂപ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്തതോടെ ഈ രാജ്യത്തെ ചരക്ക് നീക്കവും അതുപോലെ തന്നെ സ്വാഭാവികമായ ജനങ്ങളുടെ യാത്രയും എല്ലാം തന്നെ ഒരുപോലെ ചിലവ് നിയന്ത്രിക്കാനാകുന്നൊരു സാഹചര്യമുണ്ടാകും. പണപ്പെരുപ്പത്തിനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് കൃത്യമായ ഒരു അഭിസംബോധനയാണ് ഇക്കാര്യത്തിലൂടെ നടത്തിയിരിക്കുന്നത്. പണപ്പെരുപ്പം കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം കൂടി, വിലക്കയറ്റത്തിന് ഡീസലിൻ്റെ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് ഡീസൽ വില പിടിച്ചു നിർത്തി വിലക്കയറ്റത്തിലേക്ക് കൊണ്ടുപോകാതെ രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുന്നതിന് അല്ലെങ്കിൽ വലിയ വെല്ലുവിളികൾ നേരിടാത്തൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുക എന്ന നിർണായകമായൊരു ഇടപെടലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. അമൽ. യെസ്, വ്യക്തമാണ്. വളരെ നിർണായകമായൊരു നടപടി. ഇന്ധനം നിയന്ത്രിക്കാൻ കേന്ദ്രത്തിന്റെ നിർണായകമായൊരു ഇടപെടലുണ്ടായിരിക്കുന്നു. പെട്രോൾ ഡീസൽ എക്സൈസ് നികുതി വെട്ടിക്കുറച്ചു എന്ന വാർത്തയാണ് വരുന്നത്. 10 രൂപ എക്സൈസ് ഡ്യൂട്ടിയാണ് കുറച്ചത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇവർ നൽകുകയായിരുന്നു ഐസൺ ജോസ്.